നമ്മള് മുത്തുനബിയുടെ മദീനയിൽ പോയിട്ട് കുറച്ചായി. ഇപ്പൊ നമുക്ക് വർക്കൊക്കെ കുറവായതുകൊണ്ട് തന്നെ മദീനയിലൊന്ന് പോയി വരാന്ന് വിചാരിച്ച് നമ്മൾ ഉംറക്ക് പോയ പോലെ തന്നെ നമ്മൾ ബസ്സിലാണ് പോണത്. നമ്മളെ ജിദ്ദയിൽ നിന്ന് മൗലവി ട്രാവൽസ് എന്ന് പറഞ്ഞ ഒരു ടീമുണ്ട്. അവരെ പാക്കേജ് ആണത്. 110 റിയാലാണ് ഒരാൾക്ക് ചെലവ് വരിക. അതിൽ തന്നെ റൂമുണ്ട്, ഫുഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു മലയാളി ഉസ്താദും നമ്മളെ കൂടെ തന്നെ ഉണ്ട്. ഞാനിപ്പോ രണ്ടാമത്തെ തവണ ഇത് മദീനയിൽ പോണത്. പോയി വന്നിട്ട് ഇപ്പോ ഒരു വർഷമായിട്ടില്ല. അതുകൊണ്ട് തന്നെ മദീനയിലെത്തിയാല് മുത്തുനബിയുടെ റൗദയിൽ കയറാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയത്തിലാണ്. പെർമിറ്റ് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റൗദയിൽ കയറാൻ പറ്റൂല എന്നുള്ളൂ. നമുക്ക് മുത്തുനബിയുടെ സലാം പറഞ്ഞ് അങ്ങനെ കണ്ടു പോവാം. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 400ഓളം കിലോമീറ്റർ ഉണ്ട് മദീനയിലേക്ക്. ഒരു 11 മണി കണ്ടിട്ടാണ് നമ്മൾ അവിടുന്ന് പോകുന്നത്. 4 മണിയാകുമ്പോഴേക്ക് നമ്മൾ നേരെ വന്നത് മസ്ജിദുൽ ഖുബയിലേക്കാണ്. മസ്ജിദുൽ ഖുബ എന്ന് പറയുമ്പോൾ നബിതങ്ങള് മദീനയിൽ ആദ്യമായിട്ട് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ ഖുബ. അതായത് നബിതങ്ങളും അബൂബക്കർ റളിയല്ലാഹു കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോൾ ഈ സ്ഥലത്ത് എത്തിയപ്പോൾ അവരിവിടെ താമസിക്കുകയും പിന്നെ നബിതങ്ങള് ഇവിടെ പള്ളി ഉണ്ടാക്കുകയും ചെയ്തു. ഈ പള്ളിയിൽ വന്ന് നിസ്കരിച്ചാൽ ഒരു ഉംറ ചെയ്ത കൂലിയാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മളെ റസൂലുള്ളാഹിന്റെ ഹദീസിലൊക്കെ കാണുന്നത്. മദീനയിൽ എത്തുന്നതിന് മുന്നുള്ള പള്ളിയാണ്. ഫസ്റ്റില് ഈ പള്ളിക്ക് മാറ്റം വരുത്തി പുതുക്കി പണിയത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്താണ്. പിന്നീട് മാറി വരുന്ന ഗവൺമെന്റ് ഓരോ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് ഇപ്പൊ വലിയ സെറ്റപ്പിലൊക്കെ ആക്കിയിട്ടുണ്ട് അവര്. ഇപ്പൊ അവിടെ വരുന്നവർക്ക് കുടിക്കാനുള്ള സംസം വെള്ളം കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ ഇവിടെ ഏതായാലും എത്തിക്കുന്നത് സുബഹിന്റെ സമയത്താണ്. ഇപ്പൊ ഇവിടെ സുബൈക്കുള്ള സമയം എന്ന് പറഞ്ഞത് 4:10 4 മണിയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സുബൈ ഇവിടെ ജമാഅത്തായിട്ട് കൂടാം. ഞാൻ ഏതായാലും ആദ്യമായിട്ടാണ് ഈ പള്ളിയിൽ കയറുന്നത് കേട്ടോ. കാരണം ഞാൻ മുന്നേ വന്നപ്പോൾ ഞങ്ങള് വണ്ടി ആയിട്ടായിരുന്നു വന്നിരുന്നത്. അന്ന് ഈ പള്ളിയിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. നേരെ മദീന പള്ളിയിലായിരുന്നു പോയിരുന്നത്. ഇവരുടെ അടുത്ത് നമ്മൾ പാക്കേജ് എടുത്ത് പോകുന്നതായതുകൊണ്ട് ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും നമുക്ക് കയറാനും കാണാനൊക്കെ പറ്റും. അങ്ങനെ നമ്മളെ മുത്തുനബിയും അബൂബക്കർ റളിയല്ലാഹുവും കൂടെ മക്കയിൽ നിന്ന് ആദ്യമായിട്ട് മദീനയ്ക്ക് വരുന്ന വഴി 14 ദിവസത്തോളം ഇവിടെ താമസിച്ച് പിന്നീട് നബി തന്നെ ഇവിടെ പള്ളി നിർമ്മിക്കുകയും ചെയ്ത് ആ പള്ളിയിലാണ് ഇന്ന് നമ്മൾ സുബൈ നിസ്കരിച്ചിട്ടുള്ളത്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അതിയായ സന്തോഷമുണ്ട്. ഇവിടുന്ന് നിസ്കാരം കഴിഞ്ഞ് നമ്മളിനി നേരെ തിരിച്ചു പോണത് ഉഹദ് ശുഹദാക്കൾ അടുത്തേക്കാണ്. ഉഹദ് യുദ്ധം നടന്നതും ഇവിടെ തന്നെയാണ്. അതിന്റെ ചരിത്രങ്ങളും കാര്യങ്ങളും കാണിക്കുന്ന ഒരു ചിത്രമാണ് അവിടെ കാണുന്നത്. ഉഹദ് യുദ്ധത്തിന്റെ ചരിത്രമൊക്കെ പിന്നെ ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന വിചാരിക്കുന്നുണ്ട്. 70ഓളം സ്വഹാബത്താണ് അവിടെ അന്ന് ഷഹീദായത്. ആ ആൾക്കാരെ മറവ് ചെയ്ത സ്ഥലമാണ് ഇതിനകത്ത്. നമ്മൾ ജയിച്ച് എന്ന് ഉറപ്പിച്ചിരുന്ന ഒരു യുദ്ധമായിരുന്നു ഉഹദ് യുദ്ധം. അതിന്റെ നേരെ അപ്പുറത്ത് നോക്കിയാൽ ഒരു മല കാണാൻ പറ്റും. ആ മലയുടെ മുകളിലായിരുന്നു ഒരു 50 വിദഗ്ധരായ അമ്പെയ്ത്തുകാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പാടാക്കിയിരുന്നത്. മലമുകളിൽ നിൽക്കുന്ന അമ്പെയ്ത്തുകാരോട് യുദ്ധത്തില് എന്ത് തന്നെ സംഭവിച്ചാലും ഒരു കാരണവശാലും താഴേക്ക് ഇറങ്ങരുത് എന്നുള്ളൊരു കർശന നിർദ്ദേശം നബിത്തങ്ങൾ അവരോട് പറഞ്ഞിരുന്നു. യുദ്ധം വിജയിച്ചു എന്ന സമയത്ത് ശത്രുക്കളൊക്കെ തിരിച്ചു ഓടുന്ന സമയത്ത് ശത്രുക്കളുടെ സാധനങ്ങളൊക്കെ കൈക്കലാക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങി ഓടി. മുത്തുനബിയുടെ ആ കൽപ്പന എത്തിച്ചുകൊണ്ട് ഇവര് താഴേക്ക് ഇറങ്ങിയപ്പോ മലന്റെ ബാക്കിലൂടെ വീണ്ടും ശത്രുക്കൾ വരികയും ഈ ബാക്കിയുള്ള അമ്പെയ്ത്തുകാരെ വധിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മളെ മുത്തുനബിക്കും കുറെ പരിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ കുറെ ഉണ്ട്. ഇപ്പൊ നമ്മൾ നേരെ റൂമിൽ എത്തിയിട്ടുണ്ട്. ഒന്ന് ഫുഡ് കഴിച്ച് നേരെ അടുത്ത സ്ഥലങ്ങൾ കാണാൻ പോണം. റൂമും ഫുഡൊക്കെ ഇവരെ പാക്കേജിൽ പെട്ടതാണ്. 5 ആള് അടങ്ങുന്ന ഒരു റൂമാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ കൂടെ ഒരു മലയാളി കാക്കയും കൂടി നമ്മളെ കൂടെ കൂടിയിരുന്നു. ഫുഡും കഴിച്ചിട്ട് നമുക്ക് ഇനി ഇവരെ പാക്കേജിൽ പെടാത്ത കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോകാനുണ്ട്. അവരൊക്കെ ഇവരെ കെയർ ഓഫിൽ തന്നെ നമുക്ക് റെഡിയാക്കി തന്നതാണ്. പക്ഷെ അതിന് വേറെ നമ്മൾ എക്സ്ട്രാ ഒരാൾക്ക് 40 റിയാല കൊടുക്കേണ്ടത്. കുറെ ചരിത്രങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടാണ് അവർ കൊണ്ടുപോവുക. അങ്ങനെ നമ്മൾ ഫസ്റ്റ് എത്തിയിട്ടുള്ളത് ഉഹദ് യുദ്ധത്തിൽ നമ്മുടെ മുത്തുനബിയുടെ മുൻപല്ല് പൊട്ടുകയും അല്ലറ ചില്ലറ പരിക്കൊക്കെ ഉണ്ടായിരുന്നു മുത്തുനബിക്ക്. അങ്ങനെ മുത്തുനബിയെ ഒരു സ്വഹാബി താങ്ങി പിടിച്ച് കൊണ്ടുവന്ന് ഇരുത്തിയ ഗുഹയാണിത്. ഈ ഒരു ഗുഹ മുത്തുനബിയുടെ ആ ഒരു സ്മെല്ല് ഇപ്പോഴുണ്ടെന്നാണ് പറയുന്നത്. ഞാനും അകത്ത് കയറിയപ്പോ നല്ല കസ്തൂരിയുടെ ആ സ്മെല്ലാണ് നമുക്കും കിട്ടിയിട്ടുള്ളത്. മാഷാ അല്ലാഹ്. പിന്നെ ഈ കാണുന്നത് മുത്തുനബി പിടിച്ച് നടന്ന ഒരു അടയാളാണ്. പിന്നെ ഈ കാണുന്നത് ഒരു പള്ളിയാണ്. അന്നത്തെ ഈ പള്ളിയിൽ വെച്ചാണല്ലോ മുത്തുനബി ളുഹറും അസ്റൊക്കെ ജമ്മാക്കി നിസ്കരിച്ചത്. പിന്നെ ഉള്ളത് മുത്തുനബിക്ക് ഒളിക്കാൻ വേണ്ടിയിട്ട് മല 2 പിളർപ്പായ ഒരു സംഭവം ചരിത്രത്തിൽ പറയുന്നുണ്ട്. ആ ഒരു മലയാണ് നമ്മൾ ആ കാണുന്നത്. പക്ഷെ ഇപ്പൊ അതവിടെ സിമെന്റ് ഇട്ടിട്ടൊക്കെ അടച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് നമ്മൾ അവിടുന്ന് പോകുന്നു. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന മലമുകളിലുള്ള ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ മലമുകളിലാണ് ദജ്ജാൽ ഇറങ്ങുക. പക്ഷെ അതിന്റെ ഇപ്പുറത്തേക്ക് ദജ്ജാലിനെ ഇങ്ങോട്ട് പ്രവേശിക്കാനും പറ്റില്ല. നമ്മുടെ മുത്തുനബിയുടെ ആ കൊട്ടാരം പൊളിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ദജ്ജാലിനെ മദീനയിലെ ഒരു ഭാഗത്ത് പോലും കടക്കാൻ പറ്റൂല. അങ്ങനെയാണ് നമ്മളെ ചരിത്രം പഠിപ്പിക്കുന്നത്. അതിന്റെ ഈ ഭാഗത്തായിട്ട് തന്നെയാണ് നമ്മളെ ഖുർആനൊക്കെ പ്രിന്റ് ചെയ്യുന്ന സ്ഥലം. മാഷാ അല്ലാഹ്, ഇവിടെ നിന്നാണ് നമ്മൾ ഈ കാണുന്ന ഓതുന്ന ഖുർആനൊക്കെ പ്രിന്റ് ചെയ്ത് വരുന്നത്. കുറെ ഹാജിമാരും അല്ലാത്തവരൊക്കെ ഇവിടെ സന്ദർശിക്കാൻ വരുന്നുണ്ട്. നമ്മൾ വരുന്ന സമയത്ത് ഏതായാലും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ രാവിലെ തന്നെ ഒരു 8 മണിയാകുമ്പോഴേക്ക് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഖുർആനൊക്കെ ഒരു ദിവസം ഇവിടുന്ന് പ്രിന്റ് ചെയ്ത് പോകുന്നത്. നല്ല വൃത്തിയിലും സൂക്ഷ്മതയിലൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ്, അങ്ങനെ ഖുർആൻ പ്രിന്റ് ചെയ്യുന്ന ആ സ്ഥലവും കണ്ട് ഇവിടെ വരുന്നവർക്കൊക്കെ ഓരോ ഖുർആന് വീതം ഹദിയായിട്ട് കിട്ടുമെന്ന് പറഞ്ഞേക്കാം. അങ്ങനെ ഞങ്ങൾക്കും കിട്ടി ഓരോരോ ഖുർആൻ. ഇപ്പോ തൽക്കാലം നമുക്ക് റൂമിലേക്ക് കൊണ്ടുപോയിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ ഇനി ഇത് നാട്ടിലേക്ക് കൊണ്ടുപോകണം ഇൻഷാ അല്ലാഹ്. ഇതും കണ്ടിറങ്ങി നമുക്ക് ഇനി നേരെ പോകാനുള്ളത് കിബിലത്തൈൻ എന്ന പള്ളിയിലേക്കാണ്. കിബിലത്തൈൻ എന്ന് പറഞ്ഞാൽ 2 കിബിലകളുള്ള പള്ളിയാണ്. അതായത് ആദ്യകാലത്ത് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു നമ്മളെ
കിബില. പിന്നീട് നബിത്തങ്ങൾക്ക് വഹി കിട്ടി മക്കയിലെ കഅബ കിബിലയാക്കി മാറ്റി. ആ പള്ളിയിൽ നിന്നാണ് നമ്മളെ ഇപ്പോഴത്തെ കിബില കഅബ ആയി മാറിയത്. പിന്നെ നിങ്ങൾ ഈ കണ്ട വീട് ഹന്തക്ക് യുദ്ധം നടന്ന സമയത്ത് കിടങ്ങ് കീറിയ ചരിത്രമുണ്ടല്ലോ. ആ സമയത്ത് എല്ലാവരും പട്ടിണിയായിരുന്നു. ആ വീട്ടിലെ ഒരു സ്വഹാബി ഭക്ഷണം പാകം ചെയ്ത് ആകെ 5-6 പേർക്കുള്ള ഭക്ഷണം നബിത്തങ്ങളെ കറാമത്ത് കൊണ്ട് 3000 സ്വഹാബാക്കൾ കഴിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെ കിടങ്ങൊക്കെ കീറി കഴിഞ്ഞ സമയത്ത് ശത്രുക്കളെയും കാത്ത് നബിത്തങ്ങൾ വന്ന് വിശ്രമിച്ചിരുന്ന ഗുഹയാണിത്. കാണുന്നിടത്തു നിന്നാണ് വെള്ളം ഉറവിട്ടിരുന്നത്. അതായത് നബിത്തങ്ങൾക്ക് ഉളു എടുക്കാനും കുടിക്കാനും വേണ്ടിയിട്ടൊക്കെ. ഇപ്പോഴും വെള്ളത്തിന്റെ ചെറിയ അംശമൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. നബിത്തങ്ങളെ വിശ്രമിച്ചിരുന്ന ശുക്രിന്റെ സുജൂദൊക്കെ ചെയ്തിരുന്ന ആ ഗുഹയാണ് ഇത്. ആ ചരിത്രം പറഞ്ഞു തരാൻ നമുക്ക് അവിടെ ഒരാളുണ്ടായിരുന്നു. ഏത് രാജ്യക്കാരനാണെന്ന് അറിയില്ല. നബിത്തങ്ങൾ എങ്ങനെയായിരുന്നു അവിടെ വന്ന് കിടന്നിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളി കാണിച്ചു തരികയാണ് നമുക്ക്. ഹന്തക്ക് യുദ്ധത്തിന്റെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ നമുക്ക് ഇതൊക്കെ അറിയാൻ പറ്റും. ഇനി നമുക്ക് സൽമാൻ ബിൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടത്തിലൊക്കെ പോവാനുണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയോക്കാം. ഇനി നമുക്ക് സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ പൂന്തോട്ടം ഒന്ന് കാണാൻ പോയാലോ? ആ ചരിത്രം പറയാനാണെന്നുണ്ടെങ്കിൽ കുറെ ഉണ്ട്. തോട്ടത്തിലേക്ക് വെള്ളം എടുത്തിരുന്നത് ഈ കിണറ്റിൽ നിന്നാട്ടോ. അത്രയും ചൂടുള്ള സ്ഥലമായിട്ടും ഈ കിണറ്റിൽ നല്ല ശുദ്ധ വെള്ളമാണ് ഇപ്പോഴുള്ളത്. അത്രയും വലിയ തോട്ടം നനക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഈ കിണറ്റിൽ നിന്നാണ് ഉപയോഗിച്ചിരുന്നത്. ഇനി ചരിത്രം പറയാനാണെങ്കിൽ സൽമാൻ റളിയല്ലാഹു അൻഹു അടിമയായിരുന്നു. ഇപ്പൊ മുതലാളിയാണെങ്കിൽ ഒരു ജൂതനും. അങ്ങനെ സൽമാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച ശേഷവും അടിമയായി തന്നെ തുടർന്നു. പിന്നീട് നബിത്തങ്ങളോട് വന്ന് പരാതി പറയുകയും നബിയുടെ കൂടെ കൂടാൻ വേണ്ടിയിട്ട് സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് നബിത്തങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുതലാളിക്ക് സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ വിട്ടു തരാൻ വേണ്ടി എന്താണ് ആവശ്യം എന്നുള്ളത് ചോദിച്ചപ്പോ എത്രയോ സ്വർണം ആവശ്യപ്പെടുകയും മാത്രമല്ല 300ഓളം ഈന്തപ്പന തൈകൾ നട്ടുകൊടുക്കണമെന്നുള്ള ആവശ്യമായിരുന്നല്ലോ. അത് മാത്രം പോരാ, ഈ ഈന്തപ്പന തൈകൾ 1 വർഷത്തിനുള്ളിൽ ഒരു കേടുപാടും ഇല്ലാതെ വിളവെടുക്കണം. ഒരു ഒറ്റ തൈക്ക് പോലും ഒന്നും സംഭവിക്കാതെ കായ്കൾ ഉണ്ടായാൽ മാത്രമേ തന്റെ അടിമയെ വിട്ടുതരൂ എന്നുള്ളതായിരുന്നു മുതലാളിയുടെ ആവശ്യം. അങ്ങനെ നബിത്തങ്ങള് അയാൾ പറഞ്ഞ പ്രകാരമുള്ള സ്വർണം ഇല്ലാതെ വന്നപ്പോൾ ഉള്ളത് വെച്ച് സ്വഹാബാക്കളുടെ കയ്യിൽ കൊടുത്തയക്കുകയും ആ ജൂതനായ മുതലാളി അത് എണ്ണി നോക്കുമ്പോൾ നബിത്തങ്ങളെ കറാമത്ത് കൊണ്ട് അയാൾ പറഞ്ഞ പ്രകാരമുള്ള സ്വർണം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ കാണുന്ന തോട്ടത്തിലേക്കുള്ള വെള്ളമൊക്കെ ഒഴുകി എത്തുന്നത് ആ കിണറ്റിൽ നിന്നാട്ടോ. എന്ത് നല്ല തെളി വെള്ളമാണ് അല്ലേ. ഇനി ആ മുതലാളി പറഞ്ഞ മറ്റൊരു ആവശ്യം എന്താന്ന് വെച്ചാൽ 300ഓളം തൈകൾ നട്ടുകൊടുക്കാനാണ്. അതിന് നബിത്തങ്ങൾ തന്നെ നേരിട്ടെത്തുകയും 300ഓളം തൈകൾ സ്വഹാബാക്കളുടെ കൂടെ നടുകയും ചെയ്തിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഈ തോട്ടത്തിൽ ഉണ്ടാവുന്ന ഈത്തപ്പഴൊക്കെ അവിടെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. ഈ വരുന്ന ഇക്കയാണ് നമ്മളെ ഡ്രൈവർ. പിന്നെ നമ്മൾ പോയത് നബിത്തങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു കിണറിന്റെ അടുത്തേക്കാണ്. ഈ കിണറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നബിത്തങ്ങളെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം ഉപയോഗിച്ചിരുന്ന കിണറാണ് ഇത്. നമുക്ക് ഇന്നത് പുറത്തുനിന്ന് കാണാനേ കഴിഞ്ഞുള്ളൂ. അകത്തേക്ക് കയറാൻ ടിക്കറ്റ് ഉണ്ട്. ഇപ്പോൾ ഏറെക്കുറെ നമ്മൾ പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് നമ്മൾ റൂമിലെത്തി നല്ല ഫുഡും കഴിച്ച് കിടന്നുറങ്ങി. വൈകുന്നേരം കുളിച്ച് ഫ്രഷ് ആയി നമ്മൾ ഹറമിലേക്ക് പോവാണ്. നമ്മളെ ജിദ്ദയിലെ പോലെയല്ല, മദീനയിൽ നല്ല ചൂടാണ്. വൈകുന്നേരം 5 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ആ സമയത്ത് തന്നെ നല്ല പൊള്ളുന്ന ചൂട്. റൗളയിൽ സന്ദർശിക്കാനുള്ള പെർമിറ്റ് തൽക്കാലം ആർക്കും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. 1 വർഷത്തിൽ 1 പ്രാവശ്യം ഒരാൾക്ക് പെർമിറ്റ് കിട്ടുള്ളൂ. ഞങ്ങൾ എല്ലാവരും 1 വർഷത്തിൽ 2ാമത്തെ പ്രാവശ്യമാണ് ഇത്. പിന്നെ എങ്ങനെയാന്ന് വെച്ചാൽ ഹറമിന്റെ ഭാഗങ്ങളിൽ നിന്ന് സ്ലോട്ട് ഒഴിവുള്ളതിനനുസരിച്ച് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞേക്കാം. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് അതും കിട്ടിയിട്ടില്ല. ഒന്നും നോക്കില്ല, നേരെ വന്ന് മസ്ജിദ് നബവിയിൽ അവിടെ ഇരുന്ന് നേരെ നോക്കിയാൽ നമുക്ക് മുത്തുനബിയുടെ റൗള ഷരീഫ് കാണാൻ പറ്റും. തൽക്കാലം അതിന്റെ തൊട്ട് ബാക്കിൽ തന്നെ നമുക്ക് വന്നിരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇടക്കിടക്ക് കുറച്ച് സംസം വെള്ളമൊക്കെ കുടിച്ച് മഗ്‌രിബ് കൊടുത്ത് മഗ്‌രിബ് അവിടുന്ന് ജമാഅത്തായി നിസ്കരിച്ച് നമുക്കിനി റൗളയുടെ അപ്പുറത്തൂടെ, അതായത് പെർമിറ്റ് ആവശ്യം വരാത്ത സ്ഥലമുണ്ട്, ഇതിലൂടെ നമുക്ക് മുത്തുനബിയുടെ മക്ബറ കണ്ട് സലാം പറഞ്ഞ് പോകാൻ പറ്റും. അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരെ തിരക്കാണിത്. ഈ തിരക്കിലൊക്കെ കുറെ നിന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് എത്താൻ. തിരക്കില് വരി നിന്ന് നമുക്ക് അങ്ങോട്ട് പോയോക്കാം. മാഷാ അല്ലാഹ് അങ്ങനെ കുറെ നേരം നമ്മൾ വരി നിന്ന് അവസാനം നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് റൗളയിൽ കയറാനുള്ള പെർമിറ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ ഈ പുറത്തെ ഭാഗത്തൂടെ നമുക്ക് റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞിട്ട് വേണം പോവാൻ. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശാഇന്റെ ഇടയിലുള്ള സമയത്താണ് നമ്മൾ ഇതിൽ കയറിയിട്ടുള്ളത്. നല്ല തിരക്കാണ്. ശരിക്കും ഇതിനകത്തൊരു അത്ഭുതം പോലെയാണ്. ശരിക്കും ഒരു സ്വർണ്ണ കൊട്ടാരം പോലെ. ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ വരച്ചത് നോക്കിയാൽ അതും ഗംഭീരമായിട്ടുണ്ട്. എല്ലാം നമ്മൾ ആരടുത്താണ് ഈ വന്നിട്ടുള്ളതെന്ന് വല്ല ബോധമുണ്ടോ? ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന മുത്തുനബിയുടെ വീടും ഇന്ന് നമ്മുടെ ആ മുത്തുനബി അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്താണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. മാഷാ അല്ലാഹ്. അത്ര വലിയ തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും മുത്തുനബിയുടെ അടുത്തെത്തുമ്പോൾ നമുക്കൊരു വിങ്ങല മനസ്സിൽ. നമ്മൾ അറിയാതെ നമ്മളെ കണ്ണ് നിറഞ്ഞു പോവും. ആ നമ്മുടെ നബിത്തങ്ങളെ അരികിൽ ഇന്ന് 2ാമത്തെ തവണ എത്തിപ്പെടാനുള്ള ഒരു ഭാഗ്യം പടച്ചോൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് പടച്ചോനോട് എത്ര സ്തുതി പറഞ്ഞാലും മതിയാവൂല. അൽഹംദുലില്ലാ. കണ്ടില്ലേ നിങ്ങൾ, നമ്മളിപ്പോ ആരൊക്കെ അടുത്താണ് നിൽക്കുന്നതെന്ന്. ഇതിന്റെ അകത്താണ് നമ്മുടെ നബിത്തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇന്ന് നബിത്തങ്ങളെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലാട്ടത്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അസ്സലാമു അലൈക യാ ഉമർ ഇബ്നുൽ ഖത്താബ്. അങ്ങനെ അവിടെ കണ്ട് കൊതി തീരാതെ ആ മനസ്സിന്റെ വിങ്ങളോട് കൂടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ജന്നത്തുൽ ബഖിയും കൂടി സിയാറത്ത് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അവിടെ ഓപ്പൺ അല്ലായിരുന്നു. നല്ല തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് അധിക സമയം ഒന്നും അവിടെ നിൽക്കാൻ പറ്റൂല. വേഗം സെക്യൂരിറ്റീസ് നമ്മളങ്ങനെ പറഞ്ഞു കൊടുക്കും. പുറത്തിറങ്ങിയപ്പോഴേക്ക് ഇഷാന്റെ സമയമായിട്ടുണ്ട്. നമ്മളെ നിസ്ഫലിന് ഒരു ആൾക്കാരെ കാണാനുണ്ട് അവിടെ. ഓരും ആ സമയത്ത് വന്ന് ഓരോരുത്തെന്തോ സാധനം കൊടുത്തു വിടാണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തു
അടുത്തപ്പോഴേക്ക് ഇഷാന്റെ ജമാഅത്തിന്റെ സമയമായി. നേരെ മസ്ജിദുൻ നബിയിൽ കയറി നിസ്കാരം കഴിഞ്ഞ് ഇഷാ നിസ്കാരം കഴിയുന്നതോട് കൂടി നമ്മൾ ഇവിടുത്തെ സമയം കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ബസ് എടുക്കുമെന്നാണ് പറഞ്ഞിരുന്നവര്. അങ്ങനെ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് നബി തങ്ങളുടെ ആ മദീനയോട് നമ്മൾ വിട പറയാണ്. എത്ര വന്നാലും മതി വരാത്തൊരു സ്ഥലമാണ് മദീന. നമ്മുടെ മുത്തുനബി അന്തിയുറങ്ങുന്ന ആ സ്ഥലം എന്ന് കേട്ടാൽ ലോകത്ത് ഏത് മുസ്ലിമിനെ വരാൻ താല്പര്യമില്ലാതിരിക്കുക. ഇൻഷാ അല്ലാഹ് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കെല്ലാം എത്തിപ്പെടാൻ സാധിക്കട്ടെ. നമ്മൾ അവിടുന്ന് തിരിച്ചു പോകുന്ന വഴിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മളെ ബസ്സിന്റെ ടയർ പൊട്ടിയത്. അൽഹംദുലില്ലാ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ബസ് വേഗം സൈഡാക്കി. ഇവർ തന്നെ 2 ബസ് ഉണ്ട്. ഒരു ബസ് ബാക്കിലാണ്. ആ ബസ്സിൽ ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് സീറ്റ് ഉണ്ടായതുകൊണ്ട് എല്ലാവരും നമ്മൾ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ബസ്സിലേക്ക് കയറി. ഇങ്ങനെയുള്ള അപകടങ്ങളെ തൊട്ടൊക്കെ പഠിച്ചവനെ നമ്മളെ കാക്കട്ടെ. കാരണം നമ്മൾ വണ്ടിയായിട്ട് പോകുമ്പോൾ തന്നെ കുറേ ടയർ പൊട്ടിയ സംഭവങ്ങളൊക്കെ നമ്മളെ വഴിയിൽ കാണലുണ്ട്. ആ ബസ്സിൽ വന്ന് നമ്മൾ റഹേലിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ വല്ല ടാക്സിയും കാര്യങ്ങളും വിളിച്ചു പോകണം. ഒരു 4 മണിക്ക് ആയിട്ടുണ്ട് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ. ടാക്സിയും കിട്ടി നമ്മൾ നേരെ റൂമിലെത്തി. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരണ്ട്. ഇനിയും ചരിത്രപരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ കാണാനും സന്ദർശിക്കാനൊക്കെ പറ്റട്ടെ.